എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ഏരിയാസ്, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചാർട്ട് വെച്ചിട്ട് F&O, MCX, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. സമയം 9:07 ആയിട്ടുണ്ട്. മാർക്കറ്റ് 40 പോയിൻ്റാണ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ 22,899 എന്നുള്ള ലെവല് ഒരു കൺസോൾട്ടേഷൻ സോണായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ 22 ഏകദേശം ഒരുപാട് റെസിസ്റ്റൻ്റ് ഉണ്ട് ആ ഒരു ഭാഗത്ത്. 22,900 റൗണ്ട് ചെയ്ത് കൂട്ടാം. അപ്പോൾ 22,900 മുകളിലോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 22,939 എന്നുള്ള കൺസോൾട്ടേഷൻ വളരെ വലിയൊരു കൺസോൾട്ടേഷനാണ്. ഒരുപാട് നാളത്തെ ലെവല് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആണ് 22,939. അപ്പോൾ 22,900 ഭാഗത്ത് ഒരിത്തിരി സ്ട്രഗിൾ വരാൻ ചാൻസ് ഉണ്ട്. എന്താ പറയണ്ടത്, ഒരു റൗണ്ട് ഫിഗറാണ്. സെല്ലേഴ്സ് നമ്മളങ്ങനെ എപ്പോഴും ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ നോക്കാറില്ല. അപ്പോൾ 22,800, 22,300, 23,000, 22,800, 23,000 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോണാണ്. ആ സോണിൻ്റെ അകത്തായിരിക്കും ഈ ഒരു മാസം മാർക്കറ്റ് മെജോറിറ്റി ഇനി ഇതെൻ്റെ ഒരു പ്ലാനാണ്. അത് ആ രീതിയിൽ വന്നില്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കൂ എന്നുള്ളതേ ഉള്ളൂ, എൻ്റെ ഒരു ഫസ്റ്റ് പ്ലാൻ. അപ്പോൾ 23,000-നും 22,800-നും ഇൻ ബിറ്റ്വീൻ സ്പേസിലായിരിക്കും എനിക്ക് തോന്നുന്നത് ഇനി ഈ ഒരു മാസം മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഏരിയാസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഒരുപാട് കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. അതായത് മുകളിലോട്ടും താഴത്തോട്ടും ചവറ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ മെജോറിറ്റി ഈ ഒരു സോണിൽ, അതായത് 23,000-നും 22,800-നും ഇടയ്ക്ക് വരുന്ന സോണിൽ മാക്സിമം സ്കാൽപ്പ് ചെയ്ത് പോയിൻ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്ലാൻ. ആ ഒരു ഏരിയ കവറപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലോങ് ഹോൾഡിങ്ങിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി 22,900 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 939-ലേക്കുള്ള ഒരു മൂവുണ്ട്. ആ മൂവിൽ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ടൊരു 10-15 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്, അത് ഒരു സ്ട്രഗിൾ വരുമെങ്കിലും ഹോൾഡ് ചെയ്തെടുക്കാനായിട്ടാണ് ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്ത് പോകുന്നത്. 22,939 ഏരിയയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ. പിന്നെ സെക്കൻഡ് പ്രയോറിറ്റി അത് ആ സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അതനുസരിച്ചിട്ടേ പ്ലാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തത് 22,868 എന്നുള്ള, അതായത് ഇന്നത്തെ പ്രീവിയസ് ഡേയുടെ ഹൈ, ആ ഹൈക്ക് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ മാത്രമാണ് ഞാൻ എങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ, 22,800-ലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഇടയ്ക്കുള്ള ക്യാൻഡലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ബിറ്റ്വീൻ സ്പേസിൽ ക്യാൻഡലിൻ്റെ ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഞാനിന്ന് മനസ്സിൽ കാണുന്ന ഒരു പ്ലാനിങ്. ശേഷം സ്ട്രൈക്കിൽ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ സ്ട്രൈക്ക് നെക്സ്റ്റ് വീക്കാണ് ഞാൻ നോക്കുന്നത്. കൺസോൾട്ടേഷൻ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് 22,800-ൻ്റെ സി ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. 22,800-ൻ്റെ സി 5 മിനിറ്റിൻ്റെ RSI അപ്പർ സൈഡിലേക്കാണ്. അത് ക്രോസ് ഓവർ ആവാതെ ഞാൻ ഒരു കാരണവശാലും എന്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല, പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ 233-ൽ നിന്ന് 40 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു 30 പോയിൻറ്റിൻ്റെ അപ്പ് പ്രതീക്ഷിച്ചാൽ മതി.
അല്ലെങ്കിൽ 245 പോയി ഹിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് റിവേഴ്സ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 245 മുകളിലോട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 245 തൊട്ട് 52 60 വരെയുള്ളതാണ് എൻ്റെ ആദ്യത്തെ സിയിലെ പ്രയോറിറ്റി എന്ന് പറയണം. 245 മുകളിലോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 252 260 ഈ സ്പേസിൽ എവിടെയെങ്കിലും സ്കാൽപ്പ് ചെയ്ത് കുറച്ച് പോയിന്റ് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആദ്യം നോക്കണേ. അതിന് ശേഷം ഒരു നല്ല മൂവ്, അത് വളരെ എന്താ പറയണ്ടേ, ഒരുവിധം ഹൈ വോളിയം ഒക്കെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്പേസ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 266 മുതൽ 279 വരെയാണ് പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതൊക്കെ മേലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 297 എന്നുള്ള ലെവലുണ്ട്. അവിടെ ഒരു ലൈൻ ഇട്ട് വെച്ചേക്കാം. ഈ സൂം ഔട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് 285 എന്നുള്ള ഒരു ലെവല് വേറെയും കിടപ്പുണ്ട്. അപ്പം അത് സ്ക്രീൻ ഒരുപാട് ഏരിയാസ് കവറപ്പ് ആവേണ്ട കൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എൻ്റെ പ്രയോറിറ്റി സിയിലെന്ന് പറയുന്നത് 15 മിനിറ്റ്സിലാണ് വന്നിരിക്കുന്നത്. അത് 5 മിനിറ്റിലേക്കൊന്ന് മാറ്റണം. ഇന്നലെ എടുത്തു വെച്ചതാണ്. ലൈൻസൊക്കെ അത് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ടൈം ഫ്രെയിം എൻ്റെത് സാധാരണ 5 മിനിറ്റാണ് നോക്കുന്നത്. അത് 15 മിനിറ്റിലേക്കായി പോയത് കൊണ്ട് അങ്ങനെ കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബ്ലൂ ലൈൻ ആ രീതിയിൽ കിടക്കട്ടെ. ലെവലൊക്കെ അത് തന്നെയാണ്. 245 52 260 266 279 285 297 മാക്സിമം. ഇതൊക്കെയാണ് സിയിൽ എൻ്റെ ലെവലുകൾ. കാരണം വരച്ച് വെച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയാസ് കുറവാണ്, അതുകൊണ്ടാണ് ഞാനത് വരച്ച് വെച്ചതിൻ്റെ റീസൺ. അപ്പോൾ ഒരു പരിധി കൂടുതൽ എന്തായാലും സി വലിയ മൂവൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് പിയിൽ കുറച്ച് മൂവ് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പിയിൽ എടുത്തു വച്ചിരിക്കുന്നത് 23,000 പി ആണ്. അത് ഇന്നലെ ഓൾറെഡി എടുത്തു വെച്ചതാണ്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 220 അത്യാവശ്യം 23,000 പി ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പം അതിൽ പിയുടെ RSI ക്രോസ് ഓവർ കിട്ടി റെഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി, ഇപ്പോൾ മാർക്കറ്റ് താഴത്താണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, പക്ഷേ പിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാനൊരു സ്പേസ് കണ്ടെത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് 228 മുതൽ 240 വരെയോ അല്ലെങ്കിൽ SMA വരെയോ. അതാണ് ഇന്നത്തെ എൻ്റെ പിയുടെ പ്ലാൻ. 228 മുതൽ 9:14 മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ 228 മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ 240 46 ലെവലിലേക്കൊക്കെ ആയിരിക്കും പിയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സിയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ പിയിലേക്ക് ഒരു മൂവ്മെൻറ്റിനെ പറ്റി ഞാൻ ആലോചിക്കുന്നുള്ളൂ. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് 4 സെക്കൻഡ് കൂടെ ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, മുകളിലോട്ട് പോയിട്ടില്ല മാർക്കറ്റ്. അപ്പോൾ 242 ബ്രേക്ക് ചെയ്താൽ 52ലേക്കുള്ള 10 പോയിൻ്റാണ് ആദ്യം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. 220 മുകളിലോട്ട് പി പോയി കഴിഞ്ഞാൽ 228 വരെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. 228 മുകളിലോട്ട് പോവാതെ പിയിൽ എന്തായാലും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യില്ല. കാരണം ക്രോസ് ഓവർ വന്നിട്ടില്ല. RSI സ്റ്റിൽ സിയിൽ തന്നെയാണ് നിൽക്കുന്നത്. 252 എന്നുള്ള കൺസോൾട്ടേഷൻ സോണ് മാർക്കറ്റ് റീച്ച് ചെയ്യാനും നിലവിൽ സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഒരു ഇത്തിരി കൺസോൾട്ടേഷൻ ആണെങ്കിലും മേ ബി നോക്കാം. എവിടത്താണെങ്കിലും നമ്മളെ സംബന്ധിച്ച് മൂവ്മെൻറ്റ് കിട്ടിയാൽ മതി. 42 മുകളിലോട്ടുള്ള മൂവ് അടുത്ത 2 ക്യാൻഡിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ സി യു കോൺസെൻട്രേഷൻ ചെയ്യും. നേരെ മറിച്ച് 228 മുകളിലോട്ടുള്ള ക്രോസ് ഓവർ ബേസിൽ പി കിട്ടിക്കഴിഞ്ഞാൽ 240ലേക്കും ചെയ്യും. സ്റ്റിൽ മാർക്കറ്റ് നിൽക്കുന്നത് സിയുടെ RSI അനുകൂലമായിട്ടാണ് സ്റ്റിൽ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്രോസ് ഓവർ ഗ്രീനിലേക്ക് വരുന്ന സമയത്ത് 252 പോകാനായിട്ടുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. അതിപ്പോൾ ഒറ്റയടിക്ക് എടുത്തുടനെ അങ്ങ് പോകും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മാത്രം ഒരു വിക്ക് അങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്തായാലും. ഓക്കെ, 252 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്.
സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് 252 പൊക്കത്തോട്ട് ഇനി അവിടെ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമാണ് അതുക്കും മേലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. 255 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്, 254. അപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സിയിലൊരു എൻട്രി എടുക്കുക, 2 ലോട്ട് എടുക്കുക, ഒരെണ്ണം 252 കൊടുക്കുക, ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 3 എണ്ണം ആണെങ്കിൽ 2 എണ്ണം, 3 എണ്ണം ആണെങ്കിൽ 2 എണ്ണം 252 കൊടുക്കണം, ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരു സോണിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇനി 266, 279 ഒക്കെ മാർക്കറ്റിൽ ടച്ച് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റിൻ്റെ ഹൈ പോയിരിക്കുന്നത് 257 വരെയാണ് പോയിട്ടുള്ളൂ. അവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വൈഡനിങ് ആയി പോകും, അതുകൊണ്ടാണ് ഞാൻ സൂം ചെയ്യാതെ വെച്ചിരിക്കുന്നത്. 260 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ പിന്നെ 266 നോക്കിയാൽ മതി. മാക്സിമം 260 ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കും. ആ ഒരു റെഡ് ലൈൻ വാനിഷാക്കി കഴിഞ്ഞാൽ പിന്നെ 266 പോകത്തുള്ളൂ. കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 3 ലോട്ടിലെടുത്താൽ 2 ലോട്ട് 252 കൊടുക്കുക, ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റോ ഒരു 2 പോയിൻറ്റോ 3 പോയിൻറ്റോ കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. അത് പോണത്രോളം പോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള കൺസെപ്റ്റാണ്. RSI സീഡത് ക്രോസ് ഓവറായി ഗ്രീനിലേക്ക് വരുന്നത് വരെ സമയമുണ്ട്. അപ്പം അതുകൊണ്ട് അതേപോലെ പിയിൽ വൈറ്റ് ഡോട്ടിലാണ് മാർക്കറ്റ് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അവിടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പി വന്നു കഴിഞ്ഞാൽ പി വരാനുള്ള ഒരു ലെവലെന്ന് പറഞ്ഞാൽ 183 ഭാഗത്തേക്കാണ്. അപ്പോൾ 260 ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 40 തൊട്ട് 61 വരെയും 21 പോയിൻ്റ് ഈസി ആയിട്ട് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. 262 ആയിട്ടുണ്ട്. അടുത്ത ലെവൽ 266. അതും ബ്രേക്ക് ചെയ്താൽ പിന്നെ പോകും. അത് എത്രത്തോളം പോകും എന്നുള്ളത് പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് കൺസോളിഡേഷൻ സോണ് മാർക്കറ്റിൽ നിലനിൽക്കുന്നത് കാരണമാണ് എത്രത്തോളം പോകും എന്നുള്ള കാര്യങ്ങളിൽ നമുക്കൊരു കൺഫർമേഷൻ ഇല്ലാത്ത. പിന്നെ രാവിലെ ഇൻഡെക്സിൽ പറഞ്ഞതുപോലെ മേളത്ത് 22,905 താഴത്ത് 22,800 മെജോറിറ്റി ചാൻസ് സിക്കാണ്. ഒരു 80% ചാൻസും സിയിൽ 22,895 മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെജോറിറ്റി ഇപ്പോഴും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് പോസിബിലിറ്റി നിൽക്കുന്നത് സിയിലേക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 266 എന്നുള്ള ലെവലും മാർക്കറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ പറഞ്ഞ പോലെ 22,905 22,857 ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ നിലവിൽ 266 സെക്കൻഡ് ടാർഗറ്റും മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഒറ്റയടിക്കൊന്നും കയറിപ്പോകുമെന്ന് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല. മാർക്കറ്റ് ഇതേ തിരിച്ച് സി 241 എത്തി. എവിടെ നിന്നാണോ കയറിയത് അവിടെ തന്നെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 266 മാക്സിമം പറഞ്ഞൊരു ഏരിയ. കറക്റ്റ് 266 വരെ മാർക്കറ്റ് മുട്ടിയിട്ടുണ്ട്. രാവിലത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പിയിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. 220 മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പറക്കും. എങ്ങോട്ട് പറക്കും? SMA മാർക്കറ്റ് പറക്കും എന്നാണ് പറഞ്ഞത്. 220 മുകളിൽ അവിടെയും കിട്ടിയിട്ടുണ്ട് 10 പോയിന്റ്. 230, 232, 233. ലെഫ്റ്റ് സൈഡിൽ സിയുടെ SMA മുട്ടുന്നതിന് ബേസ് ചെയ്തിട്ടായിരിക്കും പിയുടെ SMA മുട്ടുന്നത്. അത് മാക്സിമം 239 ആവാം, 240 ആവാം, 246 ആവാം. അതെവിടെ ചെല്ലും എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റിൽ RSI പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ആ RSI റെഡിലേക്ക് കയറുന്ന സമയത്ത് മുട്ടുന്ന സമയത്ത് എവിടെ റിജക്ഷൻ ആവും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കേണ്ടതായിട്ടുള്ളൂ. നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 250 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ പിന്നെ ഒരു തവണ കൂടെ 266 പോകും. അതും ബ്രേക്ക് ചെയ്താൽ പിന്നെ 279 പോയി മാർക്കറ്റ് നിൽക്കത്തുള്ളൂ. അപ്പോൾ RSI ഇവിടെ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. ഒരു ഡൈവർജൻസ് പോലെ ഒരു ചെറിയൊരു ഷേപ്പ് വ്യത്യാസം RSIയിൽ വന്നിട്ടുണ്ട്. അതായത് സിയിലേക്ക് ഡൈവർജൻസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ 266 അറ്റ്ലീസ്റ്റ് 261 വരെയും പോകും. നിലവിലുള്ള
സി ക്യാൻഡലിന് അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ലോവിലേക്ക് വരുന്നത് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നതാണ്. എവിടെ സപ്പോർട്ട് എടുക്കാനായിട്ട് വരാം? പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ SMA വരെ സപ്പോർട്ട് എടുക്കാനായിട്ട് വരാം. അത് മേളിലോട്ട് കുതിക്കാനുള്ളതിൻ്റെ പുറകിട്ടുള്ള വലിച്ചിലാണോ എന്ന് മാത്രമേ ഇനി അറിയേണ്ടതായിട്ടുള്ളൂ. 1, 2, 3, 4, 5 ക്യാൻഡിലായിട്ട് കൺസോൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ആർക്കട്ട് പണി കൊടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചാളുകൾക്ക് ശുക്രൻ, കുറച്ചാളുകൾക്ക് ഭീമമായ നഷ്ടം. അതാണ് നിലവിലത്തെ സ്ഥിതി. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് സിയിലേക്കാണ്. ഇൻ കേസ് അത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ലോസിന് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം 15 മിനിറ്റ്സിൻ്റെ RSI ഓൾറെഡി അപ്പർ സൈഡാണ് നിൽക്കുന്നത്. 22,870 നിൽക്കുന്നത്. 22,934 ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അപ്പോൾ ആ 22,934 15 മിനിറ്റ്സിൻ്റെ മാർക്കറ്റ് റൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10:15, 10:30, 10:45 മുമ്പ് എത്തണമെന്നുണ്ടെങ്കിൽ സിയിലായിരിക്കും മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരാൻ പോകുന്നത്. അപ്പോൾ അത് 252 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അതിനെപ്പറ്റി ഒരു കൺഫർമേഷൻ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നേരെ മറിച്ച് പിയിലാണെങ്കിൽ 220 രാവിലെ ബ്രേക്ക് ചെയ്ത അതേ പൊസിഷൻ അങ്ങോട്ടാണെങ്കിൽ മാത്രമാണ് ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ സിയിൽ RSIയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ 232 ഭാഗത്ത് മേ ബി സപ്പോർട്ട് എടുത്തേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 215 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. അപ്പോൾ 250 മുകളിലോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് എവിടെയെങ്കിലും എടുക്കണം. അത് 237 ആവാം, 231 ആവാം, 225 ആവാം, 220 ആവാം. ഈ 4 പൊസിഷനിൽ എവിടെയാണ് സപ്പോർട്ട് എടുക്കണേ എന്നൊന്നും പറയാൻ പറ്റില്ല. മാർക്കറ്റ് സിയിലേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട് എന്നാണ് നിലവിലത്തെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ്. സിയിൽ 279, പിയിൽ 246. അവിടെ എന്തായാലും വൈകിട്ട് മുമ്പ് മാർക്കറ്റ് റീച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം കുപ്പിന്ന് തുറന്നു വിട്ട ഭൂതത്തെ പോലെ ആയിരിക്കും ഒരു 10:15, 10:30 വരെയും കൺസോൾട്ടേഷൻ ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചവറ് പോലെ ഓടി നടക്കും, എങ്ങോട്ടെങ്കിലുമൊക്കെ ആയിട്ട് ഓടി നടക്കും. ഇപ്പോൾ സിയിൽ SMA അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 237 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. ആ മാർക്കറ്റിൻ്റെ അടുത്ത ഡയറക്ഷൻ ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അത് 10:15, 10:30 മുമ്പ് ആവോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ പിയിൽ 246, ഇല്ലെങ്കിൽ സിയിൽ 279. ഈ ലെവൽ വൈകിട്ട് മുമ്പ് എന്തായാലും മാർക്കറ്റ് മുട്ടിയിരിക്കും. അത് ഉറപ്പുള്ള കേസാണ്. അത് ഇപ്പം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം മുട്ടും. അപ്പോൾ അത് സിയിൽ SMAയിൽ സപ്പോർട്ട് എടുക്കുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. പിയിൽ 220 SMA ടച്ച് ചെയ്തിട്ടാണോ താഴത്തോട്ട് വരണേ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമയോടൊപ്പം SMAയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. SMA 231 സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ 231 ഒരു എൻട്രി, ഇപ്പം എന്നെ സംബന്ധിച്ച് 231 എൻട്രി എടുത്താൽ 220 സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കും. അപ്പോൾ സിയിൽ 223, 225 ആ റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ 9 പോയിന്റിലാണ് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് എൻട്രി എടുത്തത്. ആ എൻട്രി ഇപ്പോൾ നിൽക്കുന്നത് 245. 25, 35, 45. അപ്പോൾ അതിൽ 233, 10, 43, 45, 12 പോയിൻ്റാണ് സ്റ്റിൽ സിയിൽ പ്രോഫിറ്റായിട്ട് നിൽക്കുന്നത്. അതിൽ 250 വരുമ്പോൾ മേ ബി വേണമെങ്കിൽ ഒരെണ്ണം കൊടുക്കാം. ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് ഒരു പോയിൻ്റ് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം 10 പോയിൻ്റ് അല്ലെങ്കിൽ ഒരെണ്ണം ഒരു 1000 റുപ്പീസ് ആകുമ്പോൾ കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. അത് എവിടെ വിൽക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കണം, അല്ലെങ്കിൽ 279 എത്തണം. ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ആവശ്യമുള്ളത് 22,938 ഇൻഡെക്സ് മുട്ടുക. 22,938 ഇൻഡെക്സ് മുട്ടുമ്പോൾ സ്ട്രൈക്ക് എവിടെയാണ് നിൽക്കണതെന്ന് ഞാൻ നോക്കും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക്
ഞാൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഒന്നെങ്കിൽ എൻ്റെ ട്രെയിൽ ചെയ്തിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക. മാർക്കറ്റ് വൈകിട്ടാണെങ്കിൽ പിയിലാണെങ്കിൽ 228, സിയിലാണെങ്കിൽ 279 മാർക്കറ്റ് ടച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. അതേപോലെ ഇൻഡെക്സ് 22,938 മാർക്കറ്റ് വൈകിട്ടായാലും ശരി 3:30 ആയാലും ശരി ഇൻഡെക്സ് ആ ഭാഗത്ത് മാർക്കറ്റ് ടച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. അത് എന്താ പറയണ്ടേ, 4 വർഷം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള മാർക്കറ്റിൻ്റെ റൂട്ട് മാപ്പാണ്. അത് ഉള്ളിടത്തോളം കാലം നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുവരെയും ധൈര്യത്തോടു കൂടി ഹോൾഡ് ചെയ്യാൻ പഠിക്കുക. ആ ഒരു മൈൻഡ് സെറ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വലിയ വലിയ റൈഡുകളൊക്കെ വലിയ വലിയ ലോട്ടിലൊക്കെ നമുക്ക് കൂട്ടി ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് കിട്ടും. അതിന് നമുക്ക് പ്രാക്ടീസ് വേണം, നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ്. അതിന് PNL നോക്കിയിരിക്കുകയല്ല വേണ്ട, ചാർട്ടിലേക്ക് നോക്കിയിരിക്കണം. ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഒരു ഒറ്റ വിക്ക് അടിച്ചാൽ മതി, 279 ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ചാലും കുഴപ്പമില്ല, ഈസി ആയിട്ട് അത് അച്ചീവ് ചെയ്യും. അത് മാർക്കറ്റ് റീച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര നാൾ ഈ ചാർട്ടിനെ സ്നേഹിച്ചതോ അല്ലെങ്കിൽ ചാർട്ട് പഠിച്ചതോ എൻ്റെ ഈ സ്കില്ല് ഡെവലപ്മെൻറ്റ് കൊണ്ടിട്ട് യാതൊരുവിധ പ്രയോജനമില്ല. സമയം 11:28 ആയിട്ടുണ്ട്. ഇപ്പോഴും 255 ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് 246 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് ഈ ഒരു ട്രേഡ് വൈൻഡപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. അല്ലാതെ ഇപ്പോഴും, കാരണം RSI ഒരു ഡൗൺ സൈഡ് വരുന്നത് കൊണ്ടാണ് ഇവിടെ കൺസോൾട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ RSI കൂടി ഡൗൺ സൈഡ് വന്നിട്ടും ഇത് എന്തുകൊണ്ട് ഡൗൺ ആവണില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന് 279 പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ RSI ഇവിടെ വീണ്ടും റീക്രോസ് ഓവർ ആവണം. അത് റീക്രോസ് ഓവറായി വരുന്ന മുറയ്ക്ക് മാർക്കറ്റ് ഒരു തവണ കൂടെ 267 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 279 വരെ, ഇപ്പം 3:30 വരെ ഹോൾഡ് ചെയ്തിട്ടാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി മാർക്കറ്റ് ഒന്നെങ്കിൽ 279 വരണം, ഇല്ലെങ്കിൽ 234 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം. എനിവേ നമുക്ക് കാത്തിരിക്കുക എന്നുള്ളത് മാത്രം നിവൃത്തിയുള്ളൂ. ഇപ്പോൾ സാധാരണ നോർമലി മൊത്തത്തിലൊരു എന്താ പറയണ്ടേ, ലോട്ടൊക്കെ എടുത്തൊരു വ്യക്തിക്കാണെങ്കിൽ ഈ കൺസോൾട്ടേഷനൊന്നും താങ്ങാൻ പറ്റില്ല, മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു സമയത്തൊക്കെ. അതിന് ഏറ്റവും നല്ല സൊല്യൂഷനാണ് ഞാൻ ഈ പറഞ്ഞ പോലെ 2 ലോട്ട് എടുക്കുക, ഒരെണ്ണം കൊടുക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് 3 ലോട്ട് എടുക്കുക, അതിൽ 2 ലോട്ട് കൊടുക്കുക, ഒരെണ്ണം ഹോൾഡ് ചെയ്തിട്ട് ഒന്നെങ്കിൽ 279 എത്തട്ടെ, ഇല്ലെങ്കിൽ താഴത്തോട്ട് പോട്ടെ. ഇന്ന് കിട്ടാൻ വിധിയില്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 232 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം. കിട്ടാൻ വിധിയുണ്ടെങ്കിൽ 279 കിട്ടട്ടെ. ഇങ്ങനത്തെ ഒരു സെനാരിയോ ആണ് നമ്മൾ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസത്തിൽ 4 തവണ കൺഫേം ആയിട്ടൊരു 150 പോയിൻറ്റ്സ് വെച്ചിട്ടൊരു 500 പോയിൻ്റ് എങ്ങും തൊടാതെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഹോൾഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഹോൾഡ് ചെയ്ത് ഒരു ലോട്ടിലെടുത്തിട്ട് അത് ഹോൾഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. 2 ലോട്ട് എടുത്തിട്ട് 2 ലോട്ടും ഹോൾഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. 5 ലോട്ട് എടുത്തിട്ട് 5 ലോട്ടും ഹോൾഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡെയിലി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ അന്ന് ചെയ്തത് പണി വെറുതെ ആയല്ലോ എന്നുള്ള തോന്നൽ വരാതിരിക്കാനും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി കിട്ടാനുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും 2 ലോട്ട് എടുക്കുക, ഒരെണ്ണം കൊടുക്കുക, 3 ലോട്ട് എടുക്കുക, 2 എണ്ണം കൊടുക്കുക, ഒരെണ്ണം സ്റ്റോപ്പ് ലോസോ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് ഒരു 99% അക്യുറസി സക്സസ് റേഷ്യോ ഉള്ളൊരു ട്രേഡറായിട്ട് നമുക്ക് മാറാൻ പറ്റത്തുള്ളൂ. എന്തായാലും 3:30 വരെ വെയിറ്റ് ചെയ്യാം, ഇതിനകത്ത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ സി ഓർ ഇൻഡെക്സ് ചാൻസ് ഫോർ എ ഹൈ ബ്ലാസ്റ്റ്. മറ്റേ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ, ഇന്നസെൻറ്റും നെടുമുടി വേണു മോഹൻലാൽ ഒക്കെ കൂടെയുള്ള ഒരു സീനുണ്ട്. ആ സിനിമയുടെ പേര് ഓർക്കുന്നില്ല. മറ്റേ ഒരു ആവാഹനമൊക്കെ നടത്തിയിട്ട് തേങ്ങ എടുത്ത് കൈ പിടിച്ചിട്ട് ഇപ്പം പൊട്ടും, ഇപ്പം പൊട്ടിക്കും, ഇപ്പം പൊട്ടിക്കും, ഇപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ആ സിറ്റുവേഷനാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് അത് ഒന്നെങ്കിൽ 239 താഴത്തോട്ട് പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് 279 പോയി മുട്ടണം.
അതായത് ഇൻഡെക്സ് 22,938 സ്ട്രൈക്ക് വന്നിട്ട് 279 വരെ മുട്ടണം. അത് മുട്ടിയാൽ അത് നമ്മുടെ ചാർട്ടിൻ്റെ വിജയം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടുള്ള വിജയം. അപ്പോൾ കൂടുതൽ കോൺഫിഡൻറ്റോട് കൂടി വലിയ വലിയ ലോട്ടൊക്കെ എടുത്തിട്ട് ഹോൾഡ് ചെയ്യാനോ ആവറേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ അതിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പം ഹൈ വോളിയത്തിൽ ഒരു നല്ല മൂവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പറന്നായിരിക്കും പോണേ. അപ്പം ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് 279 ടച്ച് ചെയ്യാനായിട്ട്. ആ കാത്തിരിപ്പ് 3:30 വരെയും കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ്. ഓക്കെ, സിംഗിൾ ക്യാൻഡലിൽ മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പൊട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ സമയത്ത് തന്നെ മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടായി. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു ചാർട്ട് എത്രമാത്രം അക്യുറസി ഉള്ള ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻറ്റോട് കൂടി ട്രേഡ് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായി കാണും. അപ്പോൾ ഇനിയും മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഇനിയും വിശ്വാസമില്ലാത്ത ആളുകളോട് എനിക്കൊന്നും പറയാനില്ല. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ ചാർട്ട് പഠിക്കണം എന്നിട്ട് പേടിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇനിയും പേടിയുള്ള ആൾക്കാരോടൊന്നും പറയാനായിട്ടില്ല. റിസ്ക് എടുത്താൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വിശ്വാസം, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഇൻഡെക്സിലും ഓൾമോസ്റ്റ് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് അത് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കി എടുക്കുന്ന ഒരു കാര്യമാണ്. റിപ്പീറ്റേഷൻസ് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. റിപ്പീറ്റേഷൻസ് പറയുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് നമ്മൾ അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇനിയും വിശ്വാസം ആകാത്ത ആളുകളുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ പ്രൂവ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് എന്നെ വിളിക്കാവുന്നതാണ്. നമ്മുടെ ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണാൻ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കും. സ്റ്റഡി റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഈ ചാർട്ട് റീഡിങ് നിങ്ങൾക്ക് എന്താണെന്ന് പഠിക്കാം. മാർക്കറ്റിൽ എപ്പോഴും റിപ്പീറ്റേഷൻസ് ആണ് വരുന്നത്. ചാർട്ടുകൾ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ മാറി വരും. അത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ചാർട്ട് പാറ്റേൺ കാണുമ്പോഴാണ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു എന്താ പറയണ്ടേ, കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു, അതേപോലെ സ്വാഗതം അർപ്പിക്കുന്നു. ഒരു റിക്വസ്റ്റ് കൂടെ പറയാനായിട്ടുണ്ട്. നിങ്ങൾ ഇത് വീഡിയോ പാർട്ട് 1 ആണ്, അതായത് ഡേ 1 ആണ്. ഇതിൻ്റെ ഡേ 2 ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഈ ഒരു സ്ട്രാറ്റജി. ഡേ 1 വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കണ്ടാൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഡേ 2 ലൈവ് ട്രേഡിംഗ് വീഡിയോ ഉണ്ട്, അതും കൂടെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും സ്കിപ്പ് ചെയ്യാതെ കാണും എന്നുള്ള വിശ്വാസത്തോടു കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഇപ്പം ഞാൻ ഈ പറയുന്നത് വോയിസ് ഓവറാണ്, അതായത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്തതാണ്. എല്ലാ വീഡിയോസും അതേപോലെ അല്ല, റൈറ്റ് ടൈമിൽ ലൈവ് മാർക്കറ്റ് തന്നെയാണ് ജെനുവിനിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ രണ്ടാമത്തെ വീഡിയോ കാണാൻ വേണ്ടി മാത്രം വോയിസ് ഓവർ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചില ആളുകൾ പറയും നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും അതേപോലെ എഡിറ്റ് ചെയ്ത് കയറ്റണമാണോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരാം. അപ്പോൾ അങ്ങനെയുള്ള തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ദിവസം എൻ്റെ കൂടെ ലൈവിലേക്കൊക്കെ ഇരിക്കാം. ഞാൻ ലൈവ് എൻ്റെ വ്യൂ ഷെയർ ചെയ്യുന്ന റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. കാരണം പല ജനം ബഹുവിധമാണ്. അപ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യം ഇവിടെ നിങ്ങളെ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.